എനിക്ക് നിന്നെ എൻ്റെ ഇഷ്ടത്തിന് മതിവരവോളം ഉമ്മ വയ്ക്കണം അന്നെ. അതുപോലെ എനിക്ക് തോന്നുമ്പോഴെല്ലാം നിന്നെ കെട്ടിപ്പിടിക്കുകയും എൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് നിൻ്റെ കൂടെ കിടന്നുറങ്ങുകയും വേണം എനിക്ക്. ഇതെല്ലാം എൻ്റെ സ്വപ്നമല്ലാതെ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ കല്യാണം നടക്കണം. ഞാൻ എത്രയും പെട്ടെന്ന് എന്നെ കല്യാണം കഴിച്ചോട്ടെ അന്നെ. തന്നെ ഞെട്ടി പകപ്പോടെ നോക്കുന്ന അന്നെ കണ്ണെടുക്കാതെ തിരികെ നോക്കി അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ച് അലക്സ് ചോദിച്ചതും ശ്വാസം നിലച്ച പോലെ അലക്സിനെ തുറച്ചു നോക്കി അന്ന. ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയോട് ഒരു പുരുഷൻ വിവാഹാഭ്യർത്ഥന നടത്തുന്നത്? അതും ഫുൾ യൂണിഫോമിൽ നിൽക്കുന്ന ഒരു IPS ഓഫീസർ. താൻ കേട്ട കാര്യം എന്താണെന്ന് ഒന്നുകൂടി അവൾ ചിന്തിച്ചതും ഒരു പരവേശം നിറഞ്ഞ അവളിലാകെ ഒരു തളർച്ച ശരീരത്തെ കീഴടക്കുന്നുണ്ടെന്ന് തോന്നിയതും അരികെ നിർത്തിയിട്ട അവൻ്റെ ബുള്ളറ്റിൽ മുറുകെ പിടിച്ച് അവനെ കൂർപ്പിച്ചു നോക്കി. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല സാർ. ഇഷ്ടമില്ലെന്ന് മാത്രമല്ല, പേടിയാണ്. നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ, നല്ല ഭയമുള്ള ഒരാളെ എങ്ങനെയാ അലക്സ് സാറേ നമ്മൾ കല്യാണം കഴിക്കുക? 1-2 ദിവസത്തേക്കുള്ളതല്ലല്ലോ ഈ വിവാഹം എന്ന് പറയുന്നത്. അതൊരു ലൈഫ് ലോങ് യാത്രയല്ലേ. എൻ്റെ ആ യാത്രയിൽ സാറിനെ എൻ്റെ കൂടെ കൂട്ടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല സാർ. ഞാനൊരു സാധാരണക്കാരിയാണ്. എനിക്ക് പങ്കാളിയായി വരേണ്ടത് ഒരു സാധാരണക്കാരനെയാണ്. സാറിനെ പോലെ ഒരാളെ ഒന്നും എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിൽ തന്നെ സാറിൻ്റെ ജോലി. എൻ്റെ എക്കാലത്തെയും പേടികളിലൊന്നാണ് പോലീസ് എന്നത്. അതുകൊണ്ട് ഈ പ്രപ്പോസലിൽ നിന്ന് സാറ് തന്നെ ദയവായെന്ന് ഒഴിവാക്കി വിടണം. പിടപ്പോടെ എന്നെ പറയുമ്പോഴും അവൻ്റെ നോട്ടമത്രയും അവളിലാണെങ്കിലും അവളുടെ വാക്കുകൾ കേട്ട് ഒന്നവളെ ഇരുത്തി നോക്കി അലക്സ്. ഈ കാര്യത്തിൽ എനിക്ക് ബഹുമാനമുണ്ട് സാറിനോട്. ഉള്ളിൽ തോന്നിയൊരിഷ്ടം സാർ എന്നോടാണല്ലോ ആദ്യം പറഞ്ഞത്. അതെങ്ങനെയാണെങ്കിലും അതിനുള്ള മറുപടിയും ഞാൻ തന്നു. ഇതിവിടെ കഴിഞ്ഞു. ഇനിയൊരു സംസാരം വേണ്ടല്ലോ. ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഞാനെന്നാ പൊക്കോട്ടെ സാറേ. പതിവ് സമയത്ത് എന്നെ കണ്ടില്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിക്കും പേടിയാകും. പൊക്കോട്ടെ ഞാൻ. അവൻ്റെ നോട്ടത്തിൽ അസാധാരണമാം വിധം ഹൃദയമിടിപ്പുയർന്നിട്ടും ശരീരമാകെ വിയർപ്പിൽ കുതിർന്നിട്ടും ഉള്ളിലെ പതർച്ച പുറത്തു കാണിക്കാതെ തൻ്റെ മനസ്സ് അവന് മുൻപിൽ തുറന്നിട്ടു അന്ന. തൻ്റെ സ്നേഹത്തിനുള്ള അന്നയുടെ മറുപടി എന്താണെന്നറിഞ്ഞിട്ടും മടങ്ങിപ്പോകാൻ അവൾ അനുവാദം ചോദിച്ചിട്ടും ഒന്നും പറയാതെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ ചുരുണ്ട മുടിയുള്ള പളുങ്ക് കൃഷ്ണമണികളുള്ള പെൺകുട്ടിയെ തന്നെ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു അലക്സും. അവളെ കണ്ണിലും മനസ്സിലും പൂർണ്ണമായി നിറയ്ക്കാനെന്ന പോലെ. സർ, മറുപടിയൊന്നും പറയാതവൻ തന്നെ മിഴിച്ചിമ്മാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും 4 ചുറ്റും പരിഭ്രമത്തോടെ നോക്കി അവനെ ശബ്ദം ഉയർത്തി വിളിച്ചു അന്ന. റോഡരികാണ്. നടന്നും വാഹനങ്ങളിലുമായി പോകുന്ന ആളുകളുടെ എല്ലാം ഒരു നോട്ടം തങ്ങളിൽ വീഴുന്നതറിയുന്നുണ്ടോ അവൾ. അതിന് കാരണം 6 അടി പൊക്കത്തിലും അതിനൊത്ത വണ്ണത്തിലും ഫുൾ യൂണിഫോമിൽ തൻ്റെ അരികിൽ നിൽക്കുന്നവൻ്റെ എടുപ്പും പ്രൗഢിയും ആണെന്ന് ആരും പറയാതെ തന്നെ അറിയാം അവൾക്ക്. ആരും നോക്കിപ്പോകുന്ന സൗന്ദര്യത്തിലാണൊരുത്തൻ തന്നെയാണ് അലക്സ്. അതിലന്നയ്ക്കും സംശയമൊന്നുമില്ല. അന്നയുടെ കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെയും. എനിക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നിയ, എൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ പങ്കുവയ്ക്കണമെന്ന് തോന്നിയ ഒരേ ഒരു പെൺകുട്ടി നീയാണെന്നെ. നിന്നോട് തോന്നുന്ന ഒന്നും എനിക്കിതുവരെ മറ്റൊരു പെണ്ണിനോടും തോന്നിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഇനി തോന്നുമെന്ന പ്രതീക്ഷയില്ല. പക്ഷേ എൻ്റെ മാത്രമല്ലല്ലോ, തൻ്റെയും കൂടി ജീവിതമല്ലേ. നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അന്നയുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ കൂടെ കൂട്ടി എന്നറിയുന്നത് വരെ ഞാൻ അന്നയ്ക്കായി കാത്തിരിക്കും കേട്ടോ. അത്ര നേരവും അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ വെച്ചവൻ അത് പറയുമ്പോൾ മാത്രം അവളിൽ നിന്ന് തൻ്റെ മുഖവും കണ്ണുകളും വെട്ടിച്ചു മാറ്റി. അവൾ കാണരുത് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ എന്ന വാശിയോടെ തന്നെ. അത്രത്തോളം ഹൃദയത്തിൽ പതിഞ്ഞു പോയവളാണ് തന്നെയും തൻ്റെ പ്രണയത്തെയും വേണ്ടെന്ന് വെച്ച് പോകുന്നത്. എന്നാൽ അലക്സിൻ്റെ ആ വാക്കുകൾ അവളെ ആകെ ഒന്നുലച്ചു. അന്ന ചെല്ലാൻ നോക്ക്. കാത്തിരിക്കുന്ന വീട്ടുകാരെ ഭയപ്പെടുത്തണ്ട. എനിക്ക് പിന്നെ എന്നെ കാത്തിരിക്കാൻ ഒരാൾ പോലും ഇല്ലാത്തത് കൊണ്ട് നേരവും കാലവും ഒന്നുമില്ല വീട്ടിൽ ചെല്ലാൻ. അന്നയോട് പറയുന്നതിനിടയിൽ തന്നെ അലക്സ് കൈ കാണിച്ചൊരു ഓട്ടോറിക്ഷ നിർത്തിച്ചതും പിന്നീട് അവനോടൊന്നും പറയാൻ സാധിക്കാതെ അന്നയ്ക്ക് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നെങ്കിലും ആ ഓട്ടോറിക്ഷ കണ്ണിൽ നിന്ന് മറയുവോളം അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവനെ അവളും കണ്ടിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് യാദൃശ്യ പരിചയപ്പെട്ട 2 പേർ. അതിലൊരാൾക്ക് മറ്റൊരാളോട് തോന്നിയ പ്രണയം ഒരൊറ്റ നോയിലൂടെ എല്ലാം അവസാനിപ്പിച്ചെന്ന് അന്ന കരുതിയെങ്കിലും ഒന്നും അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്നില്ലെന്ന്
അന്നയ്ക്ക് തോന്നിയ ദിവസങ്ങളായിരുന്നു പിന്നീട് അവളെ തേടിയെത്തിയത്. അന്നയുടെ ചിന്തകളിൽ എപ്പോഴും അലക്സ് നിറഞ്ഞു നിന്ന് തുടങ്ങി. ഏതാൾക്കൂട്ടത്തിലും അലക്സിനെ തേടുന്ന മിഴികളെയും അവനായി പിടയുന്ന ഹൃദയത്തെയും ശാസിച്ചു മടുത്തുപോയ അന്ന. അലക്സിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എത്രയെല്ലാം അന്നയെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് കരുതിയവൻ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും അവളെ കാണാതിരിക്കാനും ശ്രമിച്ചാലും അവൻ്റെ കണ്ണുകളും ശരീരവും എപ്പോഴും എവിടെയും തേടിയത് അവളെ മാത്രമായിരുന്നു. പതിവില് നേരത്തെ ഉറക്കമുണർന്ന അന്നയ്ക്ക് തൻ്റെ മാതാപിതാക്കളെ തനിക്കരികെ പിടിച്ചിരുത്തി. പറഞ്ഞത് താൻ അലക്സിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. തൻ്റെ ജീവിതത്തിൽ അലക്സ് ഇല്ലാതെ ഒരിത്തിരി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് അവൾ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയതല്ല. മകളെ എന്നോ മനസ്സിലാക്കിയ അവളുടെ വീട്ടുകാർക്ക് അവളെ മനസ്സിലാക്കാൻ എളുപ്പമായതും അലക്സിനെ അവൻ്റെ വീട്ടിൽ ചെന്ന് കാണാൻ ഉറപ്പിച്ച് വേഗം ഒരുങ്ങിയിറങ്ങി അന്നയും. അലക്സ് ഓഫീസിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അന്ന അവൻ്റെ മുൻപിലേക്ക് ചെല്ലുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അത്ര രാവിലെ അന്നയെ തൻ്റെ വീട്ടിൽ കണ്ടതും അമ്പരന്നു അലക്സ്. മിഴിഞ്ഞവൻ്റെ കണ്ണുകൾ. എനിക്ക് സമ്മതമാണ് സാറിനെ വിവാഹം കഴിക്കാൻ. എന്നെ കൂടെ കൂട്ടാമോ സാറിൻ്റെ ജീവിതത്തിലേക്ക്? നിറമിഴികളോടെ ചോദിക്കുന്നവളെ വാരി നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അലക്സ് കരയുക തന്നെയായിരുന്നു സത്യത്തിൽ. അന്നയും ഞെട്ടി അവൻ്റെ കണ്ണുനീർ തുള്ളികൾ മുഖത്ത് വീണപ്പോൾ. എന്താ എന്നതിനെ കരയുന്നേ? അവൻ്റെ കയ്യിൽ നിന്ന് അടർന്നു മാറി അന്ന ചോദിച്ചതും അടുത്തുള്ള മേശയിലേക്ക് നീണ്ടു അലക്സിൻ്റെ കണ്ണുകൾ. അവയെ പിന്തുടർന്ന് അന്ന കണ്ടു അവൻ്റെ തൊപ്പിക്കരികിലിരുന്നൊരു ലെറ്റർ. തുറന്നു വായിച്ചതും പകപ്പോടെ അലക്സിനെ നോക്കിയവൾ. ജോലി രാജിവെക്കുകയോ? എന്തിന്? ചോദിക്കുമ്പോൾ വിറച്ചിരുന്നു അവളുടെ ശബ്ദം. നിനക്ക് പോലീസുകാരെ ഇഷ്ടമല്ലല്ലോ. ആഗ്രഹിച്ച് നേടിയ ജോലിയേക്കാൾ എനിക്കിഷ്ടമാണടി പെണ്ണെ നിന്നെ. എനിക്ക് നിനക്ക് വേണ്ടി നിന്നെ നേടാൻ എന്തു ഉപേക്ഷിക്കുവാനാ ഞാൻ. അത്രയ്ക്കും എനിക്കിഷ്ടമാണ് നിന്നെ. കാതോറ അലക്സ് പറയുമ്പോൾ കണ്ണീരോടെ അവനെ തന്നിലേക്ക് ചേർത്ത് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു അന്ന. എനിക്ക് ഈ പോലീസുകാരനെ മതി എൻ്റെ ജീവിതത്തിൽ. ഭയമില്ല എനിക്കിപ്പോൾ. കരച്ചിലിനിടയിൽ പറയുന്നുണ്ടൊരുവൾ. ഇഷ്ടവും പ്രണയവും ഇങ്ങനെയാണ്. എന്തും ത്യജിക്കും. ഏതനിഷ്ടവും ഇഷ്ടമാകും ഇവരെ പോലെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.